ശിവാസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഒരു ചെറിയ പോർഷനാണ്. ഇത് നിങ്ങൾ കാണാതെ പോകരുത്. എന്താണെങ്കിലും ഇംപ്രൂവ്മെൻറ്റിൻ്റെ സമയമാണ്. മിനിമം ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. ഇംപ്രൂവ്മെൻ്റ് ആണ്, 4 മാർക്ക് അല്ലെങ്കിൽ മിനിമം 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്കിൻ്റെ എന്താണെങ്കിലും ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനാണ് എന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? പേപ്പറും പേനയും എടുക്കുക, ഒപ്പം എഴുതി പോവുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ നോക്കിയേ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. വാട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് ചോദിച്ചെന്നാൽ, ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ടെൽ us the number of digit in our measured value we are confident of. Significant figure tell us the number of digit in our measured value we are confident of. നമ്മൾ ഒരു ലാബ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നു. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂസ് ആകാം. ആ വാല്യൂ നമ്മളിപ്പോൾ പറയുകയാണ് 10.652 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നമ്പർ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു പോവുക. അപ്പോൾ അങ്ങനെ പോകുന്നെങ്കിലും അപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാകും. ആ കൃത്യമായിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അതിൽ ഈ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻക്രീസസ്, ദ ആക്യുറസി ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയും കൂടും. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കുറേ നമ്പേഴ്സ് വന്നിട്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആ നമ്പറിലുണ്ട് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 നിയമങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ ആ നിയമങ്ങൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ എഴുതി പോവുക. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. വാട്ട് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളിതുവരെ കണ്ടിട്ടില്ല. എങ്കിലും എന്താണെന്ന് അറിയണമെങ്കിൽ എന്താ? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ടെൽ us the number of digit in our measured value we are confident of. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ നമ്മൾ എത്രമാത്രം കോൺഫിഡൻസ് ആയിട്ടുള്ള നമ്പർ നമുക്കറിയാം എന്നുള്ളതാണ് എന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? നമ്മുടെ ആക്യുറസിയും കൂടും, കൃത്യതയും, നമ്മുടെ വാല്യൂയിലുള്ള കൃത്യതയും കൂടും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഒരു 6 റൂൾസാണുള്ളത്. അതിൽ നമുക്ക് ഓരോ റൂൾസും ഞാൻ എഴുതിത്തരാം. അത് നിങ്ങൾ നോക്കി പേപ്പർ നോക്കി എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റൂൾ എന്താണ്? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റൂളാണ് എന്ത്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. പൂജ്യമല്ലാത്ത എല്ലാ സംഖ്യകളും എന്താണെന്ത്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 1 2 3 123. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഈ നമ്പറെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് ഞാൻ ചുമ്മാ SF എന്നിടുന്നു. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. നമ്മൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? അതായത് 4 സിഗ്നിഫിക്കൻറ്റ്. എത്ര സിഗ്നിഫിക്കൻറ്റ്? അപ്പോൾ എന്താ? എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കുമോ അത്രയും സിഗ്നിഫിക്കൻ്റ്. അതാണ് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 5. ഇതിൽ എത്ര ഉണ്ടാവും? എത്ര നമ്പർ ഉണ്ടെന്ന് അങ്ങോട്ട് എണ്ണി നോക്കി പറഞ്ഞാൽ മതി. അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ 6 ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റൂളാണ് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതിലൊന്നും നോക്കേണ്ടതില്ല. ആ നമ്പറിൽ എത്ര സംഖ്യകളുണ്ടെന്ന് എണ്ണി നോക്കുക. അതാണ് സിഗ്നിഫിക്കൻറ്റ്. അത്രയും എണ്ണം അവിടെ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ റൂള് പിടികിട്ടിയല്ലോ. നമുക്കെന്നാൽ അടുത്തയിലേക്ക് പോകാം. സെക്കൻഡ് റൂള്, ദ സീറോ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ സീറോ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. എഴുതി വെക്കണേ. ദ സീറോ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 പൂജ്യമല്ലാത്ത 2 സംഖ്യകളുടെ ഇടയ്ക്ക് കിടക്കുന്ന പൂജ്യങ്ങളെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അതെ 1 not 1. എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയാം? 3 എന്ന് പറയാൻ പറ്റും. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 2000
2 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഈ 0 നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയ്ക്കുള്ള 0 സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ അതായത് ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ? അപ്പോൾ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 5. ഇതാണ് പറഞ്ഞത് 0 ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 നോൺ സീറോ ഡിജിറ്റുകൾ അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്നത് 1 0 1 0 1 എത്ര ഉണ്ട്? എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പം 0 ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സെക്കൻഡ് റൂൾ ഇവിടെ കിട്ടിയല്ലോ. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സെക്കൻഡ് റൂൾ ദ 0 ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലോ. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് ആണ് എന്താ? ഇനിഷ്യൽ സീറോസ് ഓർ ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇനിഷ്യൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. കേട്ടല്ലോ, ഇനിഷ്യൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ 0.001 അതിൽ ഈ സീറോസ് ഒന്നും എന്താ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയായിരിക്കും? 1 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇവിടെയോ ഈ 0 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ 0. ആ 0 എന്ന് പറയുന്നത് എന്താ? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയായിരിക്കും? 0.312 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇവിടെയോ 0.032 ഈ ഇനിഷ്യൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയായിരിക്കും? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2. അപ്പം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതോ 0.0012 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാ? സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനിഷ്യൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. സോ ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 2. ഇത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെയോ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാ? അവിടെയും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ദ ഇനിഷ്യൽ സീറോസ് ഓർ ട്രേറ്റിംഗ് സീറോസ് ഓർ ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇവർ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനിഷ്യൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ റൂൾസ് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ എഴുതുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തിട്ട് ആൻസർ ശരിയാണോ എന്ന് നോക്കുക. പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അപ്പം നിങ്ങൾക്ക് ആൻസർ ശരിയാണോ ഇല്ലയെന്ന് മനസ്സിലാവും. കേട്ടല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത റൂളിലേക്ക് പോകാം. നമ്മുടെ 4th റൂള് എന്താന്ന് നോക്കാം. നമ്മുടെ 4th റൂളാണ് ending zeros or trailing zeros are significant if they are appear after a decimal. ഏതാണ്? ending zeros or trailing zeros are significant if they are appear after a decimal. ഒരു ഡെസിമലിന് ശേഷമാണ് സീറോസ് വരുന്നതെങ്കിൽ ആ എൻഡിങ് സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഒരു ഡെസിമലിന് ശേഷം വരുന്ന എൻഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അല്ലാതെ സാധാരണ ഒരു എൻഡിങ് 200 എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ എൻഡിങ് സീറോസ് ആ 00 എന്ന് പറയുന്ന 200 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു സീറോ ഇല്ലേ? 200. ദീ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉള്ളൂ. എന്നാൽ എൻഡിങ് സീറോസ് ഓർ ട്രേറ്റിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദേ ആർ അപ്പിയർ ആഫ്റ്റർ എ ഡെസിമൽ. ഒരു ഡെസിമലിന് ശേഷം വരുന്നതാണെങ്കിലോ അതെന്താണ്? അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കി 2. അപ്പം 200-ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 200-ൽ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ഈ 200-നെ തന്നെ നമ്മൾ 2.00 എന്ന് എഴുതിയ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണും? ഡെസിമലിന് ശേഷം വരുന്ന ഈ 2 സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആകും. പറഞ്ഞു മനസ്സിലായോ? 200 എന്ന് നമ്മൾ പറഞ്ഞാൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? ആ 2 എന്ന് പറയുന്ന ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ അവിടെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു പോയിന്റിന് ശേഷം വരുന്നത് കൊണ്ടോ? പോയിന്റിന് ശേഷം വരികയാണെങ്കിൽ ആ സീറോസിന് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടാവും? ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2.00 എന്ന് പറഞ്ഞാൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഇവിടെയോ 3.120 അപ്പോൾ നമ്പറാണ്. ഈ പോയിന്റിന് ശേഷം വന്നിരിക്കുന്നത് കൊണ്ട് ആ എൻഡിങ് സീറോ ആണ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4. ഇവിടെയോ ഇവിടെ എന്ന് പറയുന്നത്
നിങ്ങൾ നോക്കുക, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഇനിഷ്യൽ സീറോസ്, പോയിന്റിന് ശേഷം വരുന്ന എൻഡിങ് സീറോസ് ആണ്, പോയിന്റിന് ശേഷം വരുന്ന എൻഡിങ് സീറോസ് ആണ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇനിഷ്യൽ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. 3 കേട്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറോ ഈ സീറോ ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല, എന്നാൽ ഈ നമ്പറുകൾക്കിടയിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് നമുക്ക് പറയാൻ പറ്റും. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് പിടികിട്ടി. അപ്പോൾ നമ്മുടെ നാലാമത്തെ റൂൾ ഓർക്കുന്നുണ്ടല്ലോ, ending zeros or trailing zeros, if they are appearing after a decimal point, that zeros are significant. കിട്ടിയല്ലോ. പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കാം നിങ്ങളുടെ ആൻസർ ശരിയാണോ. അഞ്ചാമത്തെ റൂളാണ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ 3 × 10⁸. ഈ പറയുന്ന ഇത് ആ 10ന്റെ പവർ അല്ലെ അങ്ങനെ പറയുന്ന നമ്പറില്ലേ, അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ ഈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ്. ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ്. നമ്മൾ ചില 9.8 × 10⁻11 അങ്ങനെ ഓരോ നമ്പറുകൾ ഇങ്ങനെ പറയൂലേ, 3.62 × 10⁻6 അങ്ങനെ ചുമ്മാ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചെന്നാൽ ഈ 10ന്റെ പവർ ഈ പോർഷൻ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാന്ന് വെച്ചാൽ 1 എന്ന് പറയണം. ഒരു നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 സിഗ്നിഫിക്കൻറ്റ്. ഇവിടെയോ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെയോ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അല്ലാതെ ഈ ടേംസ് 10ന്റെ പവറായിട്ട് നമ്മൾ ആ പവറായിട്ട് പറയുന്ന ടേംസ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് പറഞ്ഞത് എന്താ, ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ്. പിടി കിട്ടിയല്ലോ. ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ് ഓർക്കുക. അപ്പം നമുക്ക് 9.8 × 10⁻26 എന്നോ 25 എന്നോ അങ്ങനെ ഏതെങ്കിലും നമ്പർ പറഞ്ഞാലും നമ്മൾ ആ പവറായിട്ട് പറയുന്ന ടേം പരിഗണിക്കില്ല, ബാക്കി ടേംസ് മാത്രം നോക്കുക. കേട്ടല്ലോ. അതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് നെവർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് നോക്കിയേ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് 2, 1, 2 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സോ ഹിയർ ഈസ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഹിയർ എത്രയുണ്ട് നോക്കി. എൻഡിങ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദേ ആർ അപ്പിയറിംഗ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് എത്രയാണ് ഇവിടെ എത്രയുണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ്. ഇവിടെയോ ഇവിടെ എന്ന് പറയുന്നത് ഈ സീറോ ഇതിന് ബിറ്റ്വീൻ ആയതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടാവും? 2.0042. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? ഇവിടെ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെയോ ഇവിടെയും ഇവിടെ 6. ഇവിടെ ഈ സീറോസ് ഡെസിമലിന് ശേഷം വരുന്നത് കൊണ്ട് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 5 സിഗ്നിഫിക്കൻറ്റ്. ഇവിടെയോ 3. ഇവിടെ എത്ര വരും? ഇവിടെ എന്ന് പറയുന്നത് 0.004 എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാൻ പറ്റും? ഇവിടെ ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇവിടെ 1 സിഗ്നിഫിക്കൻറ്റ്. ഇവിടെയോ ഈ എൻഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അതായത് ഇതൊരു പോയിന്റിന് ശേഷമാണ് വന്നത് 200. അതായത് ഈ ഒരു 2 മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. അതൊരു പോയിന്റിന് ശേഷമായിരുന്നെങ്കിലോ അത് സിഗ്നിഫിക്കൻ്റ് ആയേനെ. അതാണ് 2.00 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറും 200 എത്രയുണ്ട്? 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ഇനി 1400 അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ്? അത് ഈ 2 നമ്പർ മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ 2 എന്ന് പറയുന്നു. എന്നാൽ ഇത് 14.00 എന്ന് വന്നിരുന്നെങ്കിലോ അവിടെ 4 സിഗ്നിഫിക്കൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് പറയാൻ പറ്റും. നമുക്കിനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. കേട്ടല്ലോ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. നമ്മൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിച്ചിരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ ദ ഫോളോവിങ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോവിങ്. അപ്പോൾ അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു.
നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അതിനുശേഷം ആൻസർ ശരിയാണോ നോക്കാം. എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ശരിയാണോ എന്ന് നോക്കുക. നമ്മുടെ റൂൾസ് പഠിച്ചതിന് ശേഷം മാത്രം. അപ്പോൾ ഇവിടെ നോക്കിയേ 3067 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 0 between 2 non-zero digit is also significant. So here 4 significant figures. ഇവിടെയോ? ഇവിടെ എന്ന് പറയുന്നത് ഈ 3 നമ്പേഴ്സ് മാത്രമേ എന്തോ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇവിടെയോ? ഇവിടെ എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ? ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്നതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ there 5 significant figure. Here the ending zeros after a decimal point is significant. So there is 4 significant figure. ഇതാ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എന്താണേലും ഇത് ചെയ്ത് നോക്കുക. മിനിമം ഇത് മാക്സിമം ആണ് 4 മാർക്ക്. എന്താണേലും നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ദോഷമില്ല, മാർക്ക് കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പോർഷനാണ്. കുറച്ച് ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അല്ല ഈ വീഡിയോ ഒരു 10 മിനിറ്റേ കാണുള്ളൂ. എങ്കിലും ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും. ചിലപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം റൗണ്ട് ഓഫ് ഫിഗറേ ചെയ്യാൻ പറയും. റൗണ്ട് ചെയ്തിട്ട് ഇത്ര 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ റൗണ്ട് ചെയ്ത് എഴുതാനൊക്കെ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്ന ടേം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇനി എന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റിലൂടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ വേറെ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ബട്ടൺ അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ശരി, വീണ്ടും